ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. അതായത് ഈ ഹാക്കേഴ്സിൽ നിന്നും അതുപോലെ തന്നെ സൈബർ അറ്റാക്കുകളിൽ നിന്നൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകൾ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സും സയൻസും ഒക്കെ +2 പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, IT ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി ലെവൽ കോഴ്സാണിത്. +2 ഒരു 65% മാർക്കുള്ളവർക്ക് ഈ കോഴ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നത് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് ഓരോ കോളേജിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സിലബസിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ നമ്മുടെ ഡാറ്റകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു ഡാറ്റയും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ക്രിപ്റ്റോഗ്രാഫി, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ജോലി ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കാം. അതായത് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, പെനട്രേഷൻസ് ടെസ്റ്റേഴ്സ്, സെക്യൂരിറ്റി കൺസൾട്ടൻറ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് തുടങ്ങി ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങാൻ വേണ്ടി എപ്പോഴും വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.